ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ നിക്ഷേപകരിൽ നിന്ന് ആയിരക്കണക്കിന് കോടികൾ തട്ടിയെടുത്ത കെ.ഡി. പ്രതാപൻ ജയിലിൽ തന്നെ തുടരും. പ്രതാപൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇനി പരിഗണിക്കുന്നത് അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 2-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതാപൻ സാർ ഒറ്റക്കാവില്ലെന്നാണ് കേൾക്കുന്നത്. കൂട്ടുപ്രതികളായ ഭാര്യ ശ്രീനയും പൈസ തട്ടിപ്പിലെ പ്രധാനികളായ ലീഡർമാരുമൊക്കെ ജയിലിലേക്ക് എത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ട്. ഹൈറിച്ച് തട്ടിപ്പിനായി വെബ്സൈറ്റ് ഉണ്ടാക്കിയവരെ പോലും ഇപ്പോൾ ഇ.ഡി. ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവ തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപ എവിടേക്കാണ് കെ.ഡി. പ്രതാപൻ കടത്തിയത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. 100 കോടി രൂപയിലേറെ പ്രതാപൻ ഹവാലയായി വിദേശത്തേക്ക് കടത്തിയെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി തുകയിലാണ് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നത്. തട്ടിയെടുത്ത തുകയിൽ വലിയൊരു ഭാഗം ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചിരിക്കാം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപം അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇ.ഡിയുടെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ള ക്രിപ്റ്റോ ഇടപാടുകൾ കെ.ഡി. പ്രതാപൻ നടത്തിക്കാണും എന്ന് തന്നെയാണ് അനുമാനങ്ങൾ. ബെഡ്സ് ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ തട്ടിപ്പ് കേസാണ് ഹൈറിച്ചിൻ്റേത്. അക്കാര്യത്തിൽ പ്രതാപനും ശ്രീനക്കും അഭിമാനിക്കാം. നാഷണൽ പ്രൊമോട്ടേഴ്സ്, വേൾഡ് പ്രൊമോട്ടേഴ്സ്, ബില്യനേഴ്സ് ക്ലബ്, മില്യനേഴ്സ് ക്ലബ് എന്നിങ്ങനെയായിരുന്നു പ്രതാപൻ കൂട്ടത്തിലുള്ള കള്ളന്മാരെ തരം തിരിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ പലരും എന്നല്ല മിക്കവാറും പേരും പുതിയ തട്ടിപ്പ് കമ്പനികളിൽ ചേർന്ന് കഴിഞ്ഞു. അതിലൊന്നാണ് ഓക്സിജനോ എന്ന ഇടപാട്. അയ്യൂബ് ഖാൻ അടക്കമുള്ള വലിയ തട്ടിപ്പുകാരൊക്കെ അതിലാണ് ഇപ്പോൾ ഉള്ളത്. പച്ചവെള്ളം ചവച്ച് കുടിക്കുന്നത് പോലെ ഇംഗ്ലീഷ് പറഞ്ഞിരുന്ന ജെനിൽ ജോസഫ് സാറൊക്കെ സ്വിഫ്റ്റ് ഡെഫി എന്ന കോയിനോ മറ്റെന്തോ ഉടായ്പിലോ ആണിപ്പോൾ. ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വരനായി മാറിയ ഫിജീഷ് കുമാറും വേറെ ഏതോ തട്ടിപ്പ് കമ്പനിയിലാണെന്ന് പറയുന്നു. എന്തായാലും കൂടുതൽ ഹൈറിച്ചുകാരും ഇപ്പോൾ ഉള്ളത് ഓക്സിജനോയിലാണ്. ആ കമ്പനിക്ക് ഹൈറിച്ചുമായി എന്തോ ഒരു ബന്ധവുമുണ്ട്. നമ്മുടെ ശ്രീന മാഡത്തിന് പണ്ട് മദർ തെരേസ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് എവിടെ നിന്ന് മേടിച്ചതാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ മിസ്സിസ് കേരള അവാർഡ് ഒരെണ്ണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി. ഈ ഓക്സിജനോ എന്ന കമ്പനിയും ഹൈറിച്ച് മണി ചെയിനുമായി പണ്ട് തന്നെ ഒരു ടൈപ്പ് ഉണ്ടെന്ന കാര്യം. കേരളത്തിൽ വേറെ ആരും ഇല്ലാത്തതുപോലെ ശ്രീനയ്ക്ക് മിസ്സിസ് കേരള അവാർഡ് കൊടുത്തതിൽ ഒരു പ്രധാന സ്പോൺസർ ആയിരുന്നു ഈ ഓക്സിജനോ കമ്പനി. അത് ആ ഫോട്ടോയിൽ വ്യക്തമായി കാണാവുന്നതാണ്. കള്ളന്മാർക്ക് കള്ളന്മാരെ തിരിച്ചറിയാം എന്നത് ഒരു ചരിത്ര സത്യമാണ്. കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്ത കെ.ഡി. പ്രതാപൻ പോലും മലയാളികളെ നിസ്സാരമായി പറ്റിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഹൈറിച്ചിൻ്റെയും പ്രതാപൻ്റെയും കുടുക്കിൽപ്പെട്ടത് 10,000-കണക്കിന് ആളുകളാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ സാധാരണക്കാർ വരെയും കോടീശ്വരന്മാർ മുതൽ ദിവസ വരുമാനക്കാർ വരെയും ഈ കൂട്ടത്തിലുണ്ട്. കൂലിപ്പണിക്കാർ മുതൽ ഡോക്ടർമാർ വരെ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ആരെയും പറഞ്ഞു പറ്റിക്കാനുള്ള പ്രതാപൻ്റെയും കൂട്ടാളികളായ ജെനിലിൻ്റെയും അയ്യൂബിൻ്റെയും സാമർഥ്യമാണ് അതിന് കാരണം. അമിത ലാഭവും പെട്ടെന്ന് പെരുകുന്ന പണവും കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സ് മാറും. ഇവർ പറയുന്ന തുക അതിൽ നിക്ഷേപിക്കും. ഇപ്പോൾ ഈ കമ്പനി പൊട്ടിത്തകർന്നിട്ടും അത് തിരികെ വരും എന്നും വിശ്വസിച്ച് കാത്തിരിക്കുകയാണ് കുറേ മണ്ടന്മാർ. കാശ് മേടിച്ച് വീഡിയോ ചെയ്തിരുന്ന ചിലർ ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീന തന്നെ പിരിവൊക്കെ നേരിട്ടാണ് എടുക്കുന്നതെന്നും പറയുന്നു. ആ അവസ്ഥയിൽ യൂട്യൂബുകാർക്ക് കൊടുക്കാൻ പൈസയൊന്നും ബാക്കിയുണ്ടാകില്ല. ഇപ്പോൾ ഹൈറിച്ചിനെതിരെയുള്ള കേസുകളും കൂടി വരുന്നുണ്ട്. എരഞ്ഞോളി ചുങ്കത്തെ പ്ലാവര മുകളിൽ നൈസിപി ബെന്നിയുടെ പരാതിയിൽ പ്രതാപനും ശ്രീനക്കും എതിരെ മറ്റൊരു കേസ് കൂടി പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. തട്ടിപ്പുകളുടെ, പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പുകളുടെ കൂത്തരങ്ങായി മാറിയ തൃശ്ശൂരിൽ ഇ.ഡി. ഇനിയും ചില കമ്പനികളെ കൂടി പൊക്കാനുണ്ട്. അതോടെ കുറേ കള്ളന്മാർ കൂടെ പ്രതാപൻ സാറിന് കമ്പനിയായി ജയിലിലേക്ക് എത്തും.